തൃശൂർ ജില്ലയിലെ തീരദേശം കേന്ദ്രീകരിച്ച് അവയവ മാഫിയ പിടിമുറുക്കുന്നതായി പരാതി. കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരം പഞ്ചായത്തിൽ മാത്രം ചുരുങ്ങിയ കാലയളവിൽ അവയവദാനത്തിനായി 7 അപേക്ഷകളാണ് എത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വിശദമായ പരിശോധന ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. തീരദേശ മേഖലയിൽ വലിയ തോതിൽ അവയവ മാഫിയ പിടിമുറുക്കുന്നതായാണ് പരാതി. അവയവദാതാക്കൾക്ക് തുച്ഛമായ പണം നൽകി ഏജന്റുമാർ വൻതുക തട്ടുന്നതായി ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ ആരോപിച്ചു. 2024 മാത്രം 7 പേരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 പേര് വിവിധ ആശുപത്രികളിൽ നിന്ന് സമ്മതപത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ മിക്കവാറും ബന്ധുക്കൾക്ക് ദാനം സൗജന്യമായിട്ട് നൽകുന്നു എന്നുള്ള കത്താണ് നമ്മൾ നൽകുന്നത്. ഞാനതിൽ അവരോട് സംസാരിച്ചപ്പോൾ ഒരു വനിത മാത്രമാണ് എനിക്ക് 10 ലക്ഷം രൂപയാണ് അതിലൂടെ ലഭിക്കുന്നത്, എൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് നൽകുന്നത്, വളരെ ഗൗരവമായ പ്രയാസത്തോടു കൂടിയുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഉള്ള സംശയം ഇത് വളരെ തുച്ഛമായ സംഖ്യ നൽകിക്കൊണ്ട് ഇതൊരു റാക്കറ്റാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലാണ്. അവയവ മാഫിയ സ്ത്രീകളെയാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ കണ്ടെത്തി പണം വാഗ്ദാനം നൽകിയാണ് വൃക്കത്തട്ടിപ്പ് നടക്കുന്നത്. പരാതിക്കാരില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. ഈ വർഷം അവയവദാനത്തിനായി ലഭിച്ച അപേക്ഷകളുടെ എണ്ണം 7 ആണ്. ഇതാണ് അവയവ മാഫിയ പഞ്ചായത്തിൽ പിടിമുറുക്കുന്നതായി സംശയിക്കാൻ കാരണം. ബന്ധുക്കൾക്ക് അവയവദാനം നൽകുന്നതായാണ് പഞ്ചായത്തിൽ അനുമതി തേടി നൽകുന്ന അപേക്ഷകളിൽ പറയുന്നത്. വലിയ തുകകൾ ഓഫർ നൽകി അവസാനം തുച്ഛമായ തുക നൽകിയാണ് അവയവങ്ങൾ നൽകേണ്ടി വരുന്നതെന്നാണ് സൂചന. റിപ്പോർട്ടർ, തൃശൂർ.